మానసమైనా അമ്മണിയമ്മേ, ഇനിയൊരിക്കലും തമ്മിൽ കാണരുതെന്ന് കരുതി തന്നെയാ ഞാനിന്ന് ഈ പടിയിറങ്ങിപ്പോയത്. എത്ര ഓടി ഒളിച്ചാലും കാണാമറയത്ത് നിന്നാലും നിന്നെ എനിക്ക് മനസ്സിൽ നിന്ന് മാച്ചു കളയാനാവോ? ശ്രമിച്ചു നോക്കിയതാ ഞാൻ, മനഃപൂർവ്വം. തോറ്റുപോയി. അതല്ലെങ്കിലും അങ്ങനെയാ. ജീവിതത്തിൽ എന്നും തോറ്റുപോയവനാ ഞാൻ. മനസ്സുകൊണ്ടുപോലും ഒന്നിനും ജയിക്കാൻ കഴിയാത്ത ഒരു ജന്മം എന്റേത്. ഞാൻ കാരണമാണോ സിദ്ധി ജീവിതത്തിൽ തോറ്റുപോയത്? ഒരിക്കലുമല്ല. അതെന്റെ വിധിയാ. കാലം കൽപ്പിച്ചു തന്ന വിധി. നിന്നിലൂടെ മാത്രമൈനെ ഞാൻ ഒരു ഇത്തിരിയെങ്കിലും ആശ്വാസം കണ്ടെത്തിയത്. ഒരു ജന്മം മുഴുവൻ കൂരിരുട്ടിൽ കഴിയേണ്ടി വന്നപ്പോ ഒരു തിരുനാളത്തിന്റെ വെട്ടം കാണിച്ചെന്നത് നീയാ. ഒരു കുഞ്ഞു വെളിച്ചം. ഒരു കൈ ദൂരത്ത് വെച്ച് ആരോ ഊതിക്കെടുത്തിയ പോലെ അതങ്ങ് അണഞ്ഞുപോയി. ആ വെളിച്ചം അത് നമ്മുടെ കുഞ്ഞായിരുന്നു മൈനെ. നമ്മൾ കാണാത്ത നമ്മുടെ മോള്. അവളെ വിളിക്കാൻ 1000 പേരുകൾ കരുതി വെച്ചിരുന്നു ഞാൻ മനസ്സിൽ. അവൾക്ക് നൽകാൻ ഒരു കുന്നോളം ഉമ്മകൾ നെഞ്ചിൽ കാത്തുവെച്ചിരുന്നു ഞാൻ. അവരുടെ കുഞ്ഞു കാലുകളിൽ അണയിക്കാൻ സ്വപ്നമൊരുക്കി നെയ്ത പോലെ ഒരു പൊന്നിന്റെ കൊലുസ് പ്രാണനോട് ചേർത്ത് സൂക്ഷിച്ചിരുന്നു ഞാൻ. നീ കണ്ടോ ഇത്? ഇനി ഞാനിത് എന്താ ചെയ്യണ്ടേ? നമ്മുടെ മോക്ക് അവൾ ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കണം. നിനക്കറിയോ, അവൾക്ക് അണിയിക്കാൻ 2 പൊന്നിന് കൊലുസ് വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോ എനിക്കോ? തരും, എന്റെ പ്രാണൻ. തളർന്നു പോകരുത് നീ. തളർന്നു പോകാതെ പിടിച്ചു നിൽക്കണം. നിന്റെ കണ്ണീരിന് ഏത് ഈശ്വരനേക്കാളും ശക്തിയുണ്ട് മൈനെ. നമ്മുടെ കുഞ്ഞിനെ തിരികെ കിട്ടും ഒരിക്കൽ.
ഇതവളുടെ കാലിലണിയിക്കണം നീ. ആ കാഴ്ച കാണാൻ ഒരുപക്ഷെ അന്ന് ഞാൻ ഉണ്ടായിന്ന് വരില്ല. അന്ന് നമ്മുടെ മോക്ക് പറഞ്ഞു കൊടുക്കണം നീ. ആ കൈ ഭാഗ്യമില്ലാത്തൊരച്ഛൻ പ്രാണനെ പോലെ കാത്തുവെച്ച സമ്മാനം ഇതെന്ന്. നീ വീണ്ടും വന്നു അല്ലട നായേ. നിന്റെയൊക്കെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞതല്ലട അവളെ. ഇനിയും തേടി വരരുതെന്ന് പറഞ്ഞല്ലേ ഞാൻ. അർജുന വേണ്ട. വേണം. എന്നെ ജയിക്കാനാവോ നിനക്ക്? പറ, പാടാ. എന്നെ ജയിച്ചിട്ട് പോ. നീ ആണാണെങ്കിൽ എന്താ പാവം പിടിച്ച പെണ്ണുങ്ങളെ മാത്രമേ ചതിക്കാൻ പറ്റുന്നുണ്ടോ നിന്നെ പോലുള്ള ചെറ്റകൾക്ക്? ആണുങ്ങളെ ജയിക്കാൻ അറിഞ്ഞൂടെ? അടിക്കാം, തമ്മിൽ അടിക്കാം നമുക്ക്. തുടങ്ങിയാ പിന്നെ ഇടയ്ക്ക് വെച്ചതിന്റെ സുഖങ്ങൾ കളഞ്ഞേക്കരുത്. നമ്മളിൽ ഒരാൾ മരിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാവൂ. എന്താ സമ്മതാണോ നിനക്ക്? മൈനയ്ക്ക് വേണ്ടി ഒരുപാട് തല്ല് കൊണ്ടവനാ ഞാൻ. ഇനി അവൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഒരുക്കമാടാ നായ. എന്താ പറഞ്ഞ നീ? കൊല്ലുന്ന എന്ത് കളിയാണോ നീ? ആരെവിടെ? ആരെന്ന്? ഇപ്പൊ പൊക്കോ നീ. ഇനി വരരുത്. ഞാനുണ്ടാവും ഇവിടെ മൈനയ്ക്ക് കാവലായി. ആന്റി സോറി, ഏടത്തിടം ഉറങ്ങിയില്ലായിരുന്നോ? എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? എന്താ നോക്കുന്നേ? ഓ, ഇങ്ങനെ മുഷിഞ്ഞോണ്ടാണോ? അയ്യോ, കള്ളു കുടിച്ച് വീണോന്നും അല്ല കേട്ടോ. വരുന്ന വഴിക്ക് ഒരു പട്ടി വട്ടം ചാടിയത്. സുഖമാണോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഓക്കെ, താങ്ക്സ് വാതിൽ തുറന്നു തന്നേന്.
ഗുഡ് നൈറ്റ്. സിദ്ധാർത്ഥ, നീ നല്ല കുട്ടിയൊക്കെ തന്നെയാ. ഇനി നീ എത്ര ചീത്തയാണെന്ന് അറിഞ്ഞാലും എനിക്ക് നീ നല്ല കുട്ടി തന്നെയാ. കാരണം നീ മനസ്സിലടക്കി വെച്ച സത്യം അന്ന് എന്റെ ഗൗരിയോട് തുറന്നു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവളിപ്പോ ഈ വീട്ടിലുണ്ടാവില്ലായിരുന്നു. ഹരിയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. പിന്നെ അന്നേ വന്നു കണ്ട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. നന്ദിയോ? എന്തിന്? ഞാൻ പറഞ്ഞത് അത്ര വലിയ സംഭവം ആക്കണ്ട എടുത്തില്ലമ്മേ. അത് എന്റെ മാത്രം കടമയായിരുന്നു. ഹരിയേട്ടനും ഗൗരിയേടത്തെയും പിരിയാതെ കാത്തുപിടിക്കേണ്ടത് ഞങ്ങളൊക്കെ തന്നെയാ. അവരൊരുമിച്ചാ ജീവിക്കേണ്ടത്. അതെ, അവര് സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് ഇങ്ങനെയൊക്കെ ആയ മതിയോ സിദ്ധു? എങ്ങനെയൊക്കെ? അല്ല, ഇങ്ങനെ തോന്നിയ നേരത്ത് ഇതുപോലൊരു കുടുംബത്തിലേക്ക് കയറി വരികയെന്ന് പറഞ്ഞ മോശമാണ് സിദ്ധാർത്ഥ. നിങ്ങളെ മാത്രമല്ലല്ലോ ഇവിടെ താമസിക്കുന്നത്, വേറൊരു കുടുംബം കൂടി ഉണ്ടെന്ന് ഓർക്കണം. എടുത്തിടമ്മ എന്താ ഉദ്ദേശിച്ചത്? എനിക്കതോട് കറക്റ്റ് ആയില്ല. നീ ഇങ്ങനെ തോന്നിയ നേരത്തെ തോന്നിവാസം കാണിച്ചിങ്ങനെ കയറി ഇറങ്ങി നടന്നാ എന്റെ മോൾ എങ്ങനെയാടാ സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങുന്നത്? എടുത്തി പറഞ്ഞോ അങ്ങനെ? അതോ ഹരിയേട്ടൻ പറഞ്ഞു തന്നോ? ആരും പറയാതെ തന്നെ അറിഞ്ഞു പെരുമാറണം എല്ലാവരും. അങ്ങനെ പറയാതെ മനസ്സിലാവണമെങ്കിൽ നല്ല കുടുംബത്തിൽ പിറക്കണം. എങ്ങനെ? നല്ല കുടുംബത്തിലോ? ഇടക്കിടക്ക് കേൾക്കാലോ നല്ല കുടുംബം, സംസ്കാരം എന്നൊക്കെ. ഒരിക്കൽ മാനസയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടു. എങ്ങനെ എടുത്തിതമ്മേ ഈ നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് കാശും നെല്ലും തേങ്ങയൊക്കെ ഉള്ള ഒരു വലിയ തറവാടാണോ ഈ പറയണ നല്ല കുടുംബം? ആ നിലയ്ക്കാണെങ്കിൽ എന്റെ അത്ര നല്ല കുടുംബം ഒന്നും ആയിരുന്നില്ല എടുത്തിടമ്മേ. ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. ആ അർത്ഥമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് ഒരുപാടുണ്ട് ഈ സിദ്ധാർത്ഥന്. കളപ്പുരക്കൽ കരുണാകര മേനോനേക്കാൾ ഒരുപാട് ഉയരെ. എന്റെ അച്ഛന്റെ പേര് പറഞ്ഞ കരുണാകര സാറ് ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കും. പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന ഭരണവർഗത്തിനെതിരെ ഒറ്റയ്ക്ക് പട നയിച്ച ഒരാളായിരുന്നു എന്റെ അച്ഛൻ. ഒടുവിൽ നക്സലേറ്റ് എന്ന് മുദ്രകുത്തി 15ഓളം പോലീസുകാർ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലി കഴിപ്പിച്ച ഒരാളായിരുന്നു എന്റെ അച്ഛൻ. പോരെ എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം? ചോദിച്ചു നോക്കിയാൽ മതി കരുണാകര മേനോനോട് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോന്ന്. പറഞ്ഞു തരും അങ്ങേര്. ഭയഭക്തി ബഹുമാനത്തോടെ പറഞ്ഞു തരും. എന്താ സിദ്ധു? ഏയ്, ഞങ്ങള് വെറുതെ ഓരോ നാട്ടുവിശേഷം പറയായിരുന്നു അല്ലേ ഏടത്തിയുടെ അമ്മേ? ദേ, രണ്ടാളോട് കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം, ഇങ്ങനെ തോന്നിയതുപോലെ ജീവിക്കാൻ ഇവിടെ പറ്റില്ല. ഇത്രയും നാളും ഇവളായിരുന്നു സോരിക്കേട്, ഇപ്പൊ നീയും. ഞാനോ? ഞാനും സിദ്ധു ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ സ്വൈര്യക്കേടായി പറയാ? നിങ്ങൾ വലിയ കൊമ്പത്തെ കൊച്ചമ്മയൊക്കെ ആയിരിക്കും, അതിന്റെ ഹോക്കി ഇങ്ങോട്ട് എടുത്താലുണ്ടല്ലോ മാനസേ. നീ എന്താ പറഞ്ഞേ? ഏടത്തി ഒന്ന് പറഞ്ഞേക്ക് ഇവരോട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. ഇവരോ? എന്നോടും ഹരിയോടും ഇവനോടൊക്കെ ഇടപെടുന്ന ഭാഷയില് ഇവരെ അവരെന്നൊക്കെ എന്റെ അമ്മയെ വിളിച്ചാലുണ്ടല്ലോ, വേണ്ട തമ്പുരാട്ടിന്ന് വിളിക്കാം. ദേ മാനസേ, വേണ്ട. ഓ, അമ്മയെ പറഞ്ഞപ്പോ മോൾക്കങ്ങ് നൊന്തു. അതങ്ങനെയാടി, അമ്മയെ പറഞ്ഞ മോൾക്ക് നോവും. ആ നോവ ഒരമ്മയുടെ സുഖം. അങ്ങനെ ഒരു സുഖം അറിയാൻ നിനക്ക് യോഗമില്ലല്ലോ. നീ ഒരു അമ്മയാവില്ലല്ലോ. എന്നെ എന്റെ മോളെ ഒരുപാടങ്ങ് ഭരിക്കാൻ വന്നാലുണ്ടല്ലോ ദേ പെണ്ണെ, പെരുവഴിയിൽ കൂര കെട്ടി താമസിക്കേണ്ടി വരും നീയൊക്കെ. ഇത് എന്റെ മോൾക്ക് ജീവിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീടാ. അമ്മേ, മതി പറഞ്ഞത്. അമ്മയോ വരാൻ. എന്താണോ
പോയോ താൻ? മനസ്സാ, സാരമില്ല, വാ. മോളെ മോളെ അപ്പു മോളെ മോളെ ആഹാ അവിടെ കള്ളി എന്നെ പറ്റിച്ചതല്ലേ? ഗുഡ് മോർണിംഗ് മനുഷ്യത്തെ. വാ വന്നിവിടെ നിക്ക്. മോള് കിടന്നോ? പോവല്ലേ, നിക്ക്, ഞാനുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പൊ മോളുടെ പ്രായത്തിൽ നീയും ഇങ്ങനെയായിരുന്നു. ഉറക്കമണീറ്റ് വന്നാൽ ഹരിയേട്ടൻ്റെ ഒരു ഉമ്മ. അത് വാങ്ങിയിട്ടേ വേറെന്തോ എന്റെ മാനസികം ഉണ്ടായിരുന്നുള്ളൂ. ഹരിയേട്ടനെ ശപിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും ഒക്കെ എപ്പോഴെങ്കിലും നീ അത് ഓർക്കാറുണ്ടോ മനസ്സെ? എന്റെ മനസ്സിൽ ഇപ്പോഴും അപ്പുമോളുടെ പ്രായം നിനക്കും. അയ്യേ, എനിക്കും മനുഷ്യത്തേക്കും ഒരേ ഏജാ. മനുഷ്യരുടെ വിധി ഇവൾക്ക് വരരുതെന്ന് കൂടി പറഞ്ഞേക്ക്. അപ്പോഴേ ആ വാചകം പൂർത്തിയാവും. അതെന്താ പപ്പ മനുഷ്യറ്റ പറഞ്ഞ്? മോള് ചെല്ലേ, പോയി ഫ്രഷ് ആയിട്ട് വാ. സിദ്ധു റൂമിലുണ്ട്. ഇവൾക്ക് ഞാൻ കൊടുത്തോളാം. ഇത് ഹരിക്ക് തന്നതാ. ഇത് ഇവള് കഴിച്ചാൽ എന്താ കുഴപ്പം? എനിക്ക് വേണ്ട. ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ഞങ്ങളൊരു വീട് അന്വേഷിക്കുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യാനൊന്നും വേറെ ആരുമില്ല. അതുകൊണ്ട് ടൈം എടുക്കുമായിരിക്കും. കുറച്ചുകൂടെ സാവകാശം തരാൻ പറയണം ഗൗരിയടുത്തോട്. ഞങ്ങൾ ഒഴിഞ്ഞു പൊയ്ക്കോളാം. ഇറക്കി വിട്ടൂന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. അതിന്റെ ക്ഷീണം എനിക്കില്ല, വലിയ വീട്ടിലെ മകൾക്കും വരുമാനമാ. എനിക്കും സിദ്ധുവിനും ഇനി എന്ത് നഷ്ടപ്പെടാനാ? ഞങ്ങൾ പെരുവഴിയിലായാലും ഒരു കൂര കെട്ടി കഴിഞ്ഞോളാം. നിങ്ങൾക്കാർക്കും ഒരു ശല്യത്തിനും വരില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? നീ എവിടെ പോകുന്നു? ഭ്രാന്ത് പറഞ്ഞതല്ല. എന്റെ ഭ്രാന്തൊക്കെ മാറിയെന്ന് തോന്നുന്നു. കാണാനും കേൾക്കാനും പറയാനും ആളില്ലെങ്കിൽ പിന്നെ ഭ്രാന്ത് കാണിച്ചിട്ട് എന്താ കാര്യം? മനസ്സേ, ഞാനെപ്പോഴും നിനക്ക് ശത്രുവായത് പറ. എന്ന് നിന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നവളാ ഞാൻ. എന്റെ ഇഷ്ടങ്ങൾ പോലും നിനക്ക് വേണ്ടി മാറ്റിവെച്ചോളാം ഞാൻ. ഈ ഞാൻ എങ്ങനെയാടി നിനക്ക് ശത്രുവായത്? ശത്രുവായിട്ടൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. പിന്നെ നീ ഇപ്പോ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം എന്താ? ചിലത് കണ്ടാൽ ശാസിക്കും. അതിനുള്ള അവകാശം എനിക്ക് ഈ വീട്ടിലുണ്ടെന്ന് എന്റെ വിശ്വാസം. ഇല്ലേ ഹരി? ഉണ്ട്. ആ അവകാശം ദാ ഈ നിൽക്കുന്ന മനുഷ്യനേക്കാൾ നിങ്ങൾക്ക് മാത്രം തന്നവളാ ഞാൻ. പക്ഷേ മുൻപൊക്കെ നിങ്ങളെ ശാസിക്കുമ്പോഴും ശകാരിക്കുമ്പോഴും ഒക്കെ അതിനുള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. എന്നാ ഗൗരിയെടുത്തി, നിങ്ങൾ പറയാതെ പറഞ്ഞതും മനസ്സിൽ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവും. നിനക്ക് എന്ത് മനസ്സിലായെന്നാണ് ഈ പറയുന്നത്? എന്നാ ഗൗരിയെടുത്തി, നിങ്ങൾ പറയാതെ പറഞ്ഞതും മനസ്സിൽ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവും. നിനക്ക് എന്ത് മനസ്സിലായെന്നാണ് ഈ പറയുന്നത്? ഇവൾ പറയുന്നത് കേട്ടോ ഹരി? നിർത്തുന്നേ. ഹരി, I say stop it. മനസ്സേ, ഇവിടെ എന്താ സംഭവിച്ചത്? പിണങ്ങി ഇറങ്ങാനും മാത്രം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഗൗരി എന്താ നിന്നോട് പറഞ്ഞത്? നിന്റെ മനസ്സ് വേദനിപ്പിക്കാനും മാത്രം ഇവിടെ എന്താ പറഞ്ഞതെന്ന് ഗൗരി പറയ. നീ എന്താ പറഞ്ഞ? ഞാനെന്ത് പറയാനാ? ഓരോ നോക്കിച്ചുണ്ടാക്കുന്നവർക്കേ ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവും. ഇവൾക്കത് മനസ്സിലാവും. നീ വളച്ചു കെട്ടണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് പറയ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ഹരി വിശ്വസിക്കോ? അപ്പോഴും
അത് ക്ലാരിഫൈ ചെയ്യാൻ ഇവളോട് ചോദിക്കില്ലേ? ശബ്ദം എടുക്കണ്ട. ശബ്ദം എടുത്താൽ അടിച്ച് പല്ല് ഞാൻ താഴെയിടും.